അപ്പം നോമ്പായിട്ട് ഡയറ്റ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരം കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരണം കേട്ടോ. കാര്യം ഡയറ്റ് തുടങ്ങിയവരുണ്ടാ അല്ലെങ്കിൽ ഡയറ്റ് പൊട്ടിച്ചവരുണ്ടാ, എന്തായാലും എങ്ങനെയാണ് ഡയറ്റ് കൊണ്ടുപോയത്. ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക തന്നെയാണ്. നമുക്ക് ഈ ഗ്രീൻ ടീ ഇല്ലാതെ പറ്റത്തില്ല. രാവിലെ വൈകിട്ട് ഓരോ ഗ്രീൻ ടീ. അപ്പം നോമ്പ് ആയ സമയത്ത് ഇപ്പോൾ അത്താഴത്തിന് ചില സമയം എടുക്കാറുള്ളൂ. കാര്യം ഉറക്കം തൂങ്ങി ഇരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ അടിച്ചു കയറ്റാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഒറ്റ ഇരിപ്പിന് നമ്മൾ വെള്ളം കുടിക്കാന്ന് തന്നെ ഉണ്ടല്ലോ, പിന്നെ അത് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ കുത്തിയിരുന്ന് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഉള്ള ഉറക്കവും കൂടി പോവുകയും ചെയ്യും. അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന, ഇപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. നമ്മുടെ നോമ്പിൻ്റെ സമയത്ത് എല്ലാം ഒരു ഇത് തെറ്റി കിടക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡുകാരുണ്ടെങ്കിൽ അവരൊരു കാരണവശാലും ആ ഗുളിക കഴിച്ച ഉടനെ എടുക്കാതിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഡയറ്റൊക്കെ എങ്ങനെ പോകണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഗ്രീൻ ടീയിൽ നാരങ്ങ വിരിഞ്ഞ് ഒഴിച്ചതാണേ, അതില്ലാതെ പറ്റത്തില്ല. ഇപ്പം സാധാരണ രീതിയിൽ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാവേ. മറ്റേ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന നമ്മുടെ ഇത് കൈയിട്ടെല്ലാം പൊടിച്ചത് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ ഇല്ലേ, ഇത് ബീട്രൂട്ടാണ്. അതിനത് കിഴങ്ങ് വേണ്ട. എന്നാൽ ഇത് പയറോ ബീൻസോ എന്തോ ആണ്. പിന്നെ ഫ്രൂട്ട്സുകളുണ്ട്. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ആണോന്നറിയില്ല. എന്താണെങ്കിലും ടേസ്റ്റ് നല്ല ബഹുത്താണ്. ഇത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ അതിനുള്ള തയ്യാറെടുപ്പില്ല. ഇപ്പോൾ നമ്മുടെ മക്കൾക്കും വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ പറ്റാത്ത അവരൊക്കെ ഇത് നമ്മൾ വെള്ളത്തിലിട്ടാൽ അതിൻ്റെ പഴയ രീതിയിൽ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീയുടെ 2 അതും കൂടെ തട്ടി. അപ്പം മറക്കണ്ട, എങ്ങനെ ഡയറ്റ് പോകണമെന്ന് പറയാം. ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അത് കണ്ടാൽ ഏകദേശം അറിയാനും പറ്റുമല്ലോ. അപ്പം ഡയറ്റ് നമുക്ക് ചലഞ്ചൊക്കെ തുടങ്ങണം ഇൻഷാ അല്ലാ. ചലഞ്ചായിട്ടല്ലെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്ന ആളാണ്. അപ്പം നിങ്ങളും നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിലല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ കാണാം.